ഈ ലോകപൗരൻ എന്ന വിശേഷണവും വർക്കിംഗ് കമ്മിറ്റി അംഗമാണെന്ന വലിപ്പവും ഉള്ളതുകൊണ്ട് ഡോക്ടർ ശശി തരൂരിന് എന്തും പറയാം എന്ന് കരുതുന്നത് ശരിയല്ല. അത് അദ്ദേഹം കരുതിയാലും അദ്ദേഹത്തിൻ്റെ ആരാധകരായ ആളുകൾ കരുതിയാലും അത് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എത്തി നിൽക്കെ തരൂർ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ലേഖനത്തിൽ പറയുന്നത്, മിനിറ്റുകൾ വെച്ച് വ്യവസായങ്ങൾ ആരംഭിക്കുന്ന കേരളം ഒരു അതിശയമാണ്, കേരളത്തിലെ വ്യവസായ രംഗം അതിശയകരമായി മുന്നേറുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് എന്തായാലും സത്യവുമായി യോജിക്കുന്ന ഒന്നല്ല. കാരണം നേരത്തെ 3 ലക്ഷത്തോളം വ്യവസായങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു എന്ന വ്യവസായ മന്ത്രി പി രാജീവൻ്റെ അവകാശവാദം നിയമസഭയ്ക്കകത്തും പൊളിഞ്ഞുപോയതാണ്. മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ പെട്ടിക്കടയും ചായക്കടയും എല്ലാമാണ് പുതിയ വ്യവസായങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതെന്ന് കണ്ടെത്തി. അങ്ങനെ സർക്കാർ പോലും അതിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ ഡിഫൻസിൽ നിൽക്കുന്ന, പ്രതിരോധത്തിൽ നിൽക്കുന്ന സർക്കാരിന് രക്ഷകനായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭത്തിൽ ശശി തരൂർ. ശശി തരൂർ ഈ ലേഖനത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയും US സന്ദർശനവും അതിനെയും പ്രകീർത്തിച്ചിട്ടുണ്ട്. എന്താണ് ട്രംപിൻ്റെ സന്ദർശനം കൊണ്ട് ഇന്ത്യക്കുണ്ടായ നേട്ടം? ആയുധ കച്ചവടമല്ലാതെ എന്ത് കാര്യമാണ് ട്രംപുമായി മോദി സംസാരിച്ചത്? ഇന്ത്യക്കാരായ ആളുകളെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നതിൽ കുറിച്ച് ഒരു പ്രതിഷേധം പോലും പറയാൻ മോദിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ മോദി നടത്തിയ സന്ദർശനത്തെ പുകഴ്ത്തുകയും തരൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വ്യവസായ രംഗത്തെക്കുറിച്ച് പറഞ്ഞത് സ്വാഗതം ചെയ്തിരിക്കുകയാണ് വ്യവസായ മന്ത്രി പി രാജീവ്. എന്നാൽ കെ മുരളീധരൻ പറഞ്ഞതാണ് വളരെ സരസമായി. അദ്ദേഹം നർമ്മത്തോടെ പറഞ്ഞു, അദ്ദേഹം ലോക പൗരനാണ്, തരൂർ ലോക പൗരനാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ഞങ്ങളെല്ലാം സാധാരണ പ്രവർത്തകരാണ്, ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയാനുള്ള അധികാരമില്ല, അല്ലെങ്കിൽ അത് പറയാൻ കഴിയില്ല എന്നാണ് മുരളി പ്രതികരിച്ചത്. ചെന്നിത്തല പറഞ്ഞത്, മിനിറ്റിൽ വ്യവസായങ്ങൾ ഉണ്ടാവുകയല്ല, മിനിറ്റിലൊരിക്കൽ ഇവിടെ വ്യവസായങ്ങൾ പൂട്ടിപ്പോവുകയാണ്. തെറ്റായ കാര്യമാണ് തരൂർ പറഞ്ഞത്, അത് തെറ്റിദ്ധാരണയാണ്. അത് തരൂരുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ധാരണ തിരുത്തുകയും ചെയ്യും എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല പറഞ്ഞത്. അതേസമയം വി ഡി സതീശൻ അത് എന്തടിസ്ഥാനത്തിലാണ് തരൂർ ഇങ്ങനെ പറഞ്ഞതെന്ന് പരിശോധിക്കും, അത് എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തരൂർ ഇത് പറഞ്ഞത് എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. KPCC പ്രസിഡന്റ് ആകട്ടെ ആ വാർത്ത വായിച്ചിട്ടില്ലെന്നും വായിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം AICCക്ക് ദേശീയ പ്രസിഡന്റ് ഖഡ്ഗെയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. തരൂരിൻ്റെ ഈ അനവസരത്തിലുള്ള അടിസ്ഥാനരഹിതമായ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തണം, ലേഖനത്തിലെ പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് പരാതി നൽകിയിരിക്കുകയാണ്.